പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് കുറച്ച് മുൻപ് ഒരു വീഡിയോ കാണാനിടയായി. അത് കണ്ടപ്പോൾ എന്താണ് പറയേണ്ടത്, എന്താണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതായി. നമ്മുടെ സമൂഹം ഇത്രമാത്രം വിശ്വാസ ദൗർബല്യത്തിലേക്ക് എത്തിപ്പോയോ? അതോ ഇത് വല്ല വ്യാജമായി ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയുക? ഒരു ആൽബം ആണ് അതിൻ്റെ ചിത്രം കാണുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. മടവൂരാണ് ഉടയോൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആൽബം. എന്നിട്ട് അതിൽ പറയുന്നത് മടവൂരാണ് ഞങ്ങളുടെ പടച്ചവൻ എന്നാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഹുബ്ബു സ്വാലിഹീൻ ദഅവാ സംഘമാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സക്കരിയ അൽ ഖാദിരി ആണ് ഇതിൻ്റെ ലിറിക്സും ഇതിൻ്റെ സിംഗിങ്ങും പാട്ട് പാടിയതും എഴുതിയതും ഈ സക്കരിയ ഖാദിരിയാണ്. ഒരു അബ്ദുൽ ഖാദർ ഖാദിരിയാണ് ഇതിൻ്റെ ഡയറക്ഷൻ. കേരളത്തിലെ സുന്നികളെല്ലാവരും മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ എന്ന് വിചാരിക്കുന്നവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നതിനെ എത്ര സുന്നികൾ അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് സുന്നികൾ ആരും ഇത് അംഗീകരിക്കൂല എന്ന് തന്നെയാണ്. ഇനി അതല്ല, ഇങ്ങനെ പറയുന്നത് ഒരു ഗുരുതരമായ കുറ്റമൊന്നുമല്ല എന്ന് വിചാരിക്കുന്നവർ സുന്നി പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ഇടയിലൊക്കെ ഉണ്ടോ? അവരാരെങ്കിലും ഇതിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇത് എന്നിറങ്ങിയ ആൽബമാണ് എന്നറിയില്ല. ഞാനിത് കണ്ടു. അനിൽ മുഹമ്മദ് ഈ വിഷയവുമായി ഒരു ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തതും കണ്ടു. അതിനപ്പുറം ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ചില ഗ്രൂപ്പുകളിലിട്ട് ഈ വിശ്വാസവും മറ്റും വെച്ച് പുലർത്തുന്ന ആളുകളോട് പ്രതികരണങ്ങൾ നൽകാനൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ ആരും അതിലൊന്നും പ്രതികരിച്ചിട്ടുമില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഏകദൈവ വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹും ഇല്ല എന്നാണ്. ഇലാഹ് എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഏതൊരാളുടെ ശിക്ഷയെയോ അപ്രീതിയെയോ ഭയപ്പെട്ടുകൊണ്ട് ആ ശിക്ഷയിൽ നിന്നും അപ്രീതിയിൽ നിന്നും രക്ഷപ്പെടാൻ, ആ ശക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചില ആരാധനകളും അനുഷ്ഠാനങ്ങളുമൊക്കെ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കാൻ അർഹമായ ഏകശക്തി ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാൻ മാത്രമാണ്. വേറെ ഒരാളെയും ആ അർത്ഥത്തിൽ നമ്മൾ തൃപ്തിപ്പെടുത്തുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആ ഇലാഹായ അള്ളാഹു, അൽ ഇലാഹ് എന്നാണ് അള്ളാഹു എന്ന വാക്കിൻ്റെ പദം വിന്യസിച്ചാൽ കിട്ടുന്ന വാക്ക്. അൽ ഇലാഹ്, യഥാർത്ഥത്തിലുള്ള ഇലാഹ്. ഈ പറഞ്ഞ ആ ഇലാഹാണ് ഉടയവോൻ, സൃഷ്ടാവ്. ഉടയോൻ എന്ന് പറഞ്ഞാൽ പടച്ചവൻ, സൃഷ്ടിച്ചവൻ, സൃഷ്ടാവ്. ഖാലിഖ് എന്ന് അറബിയിൽ പറയും. ഖാലിഖ് അവനാണ്, റാസിഖ് അവനാണ്, ഭക്ഷണം നൽകുന്നത് അവനാണ്, നമ്മളെ സംരക്ഷിക്കുന്നത് അവനാണ്, നമുക്ക് അഭയം നൽകുന്നത് അവനാണ്. ഇതെല്ലാം ആ ഏകദൈവം മാത്രമാണ് എന്ന് വിശ്വസിക്കലാണല്ലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ആ ഏകദൈവത്വത്തിൻ്റെ
പരശതം കോടി സൃഷ്ടികൾ, ലക്ഷക്കണക്കിനല്ല മില്യൺ കണക്കിന് ഗാലക്സികളുണ്ട് എന്നാണ് പറയുന്നത്. മില്യൺ കണക്കിന് ഗാലക്സികളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. ആ മില്യൺ കണക്കിന് ഗാലക്സികളിൽ ഓരോ ഗാലക്സികളിലും മില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ആ ഓരോ നക്ഷത്രങ്ങൾക്കും നിരവധി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റുമുണ്ട്. അങ്ങനെ മില്യൺ കണക്കിന് ഗാലക്സികളിലെ ഒരു ഗാലക്സിയാണ് ആകാശഗംഗ എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഗാലക്സി. ആ ഗാലക്സിയിൽ അനവധി മില്യൺ നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ആ സൂര്യന് 9 ഗ്രഹമെന്നും 10 ഗ്രഹമെന്നും ഇപ്പോൾ 8 ഗ്രഹമെന്നും ഒക്കെ വ്യത്യാസമുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എത്രയായാലും അത്രയും ഗ്രഹങ്ങളുണ്ട്. ഈ ഗ്രഹങ്ങൾക്കൊക്കെ ഉപഗ്രഹങ്ങളുമുണ്ട്. അഥവാ ഈ സൂര്യനാകുന്ന നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഗോളങ്ങൾ 10, 12, 20 താഴെയോ ഒക്കെ ഉള്ള ഗോളങ്ങൾ. ആ ഗോളങ്ങളിൽ ഒരു ഗോളം മാത്രമാണ് ഭൂമി. അത് താരതമ്യേന ചെറിയ ഒരു ഗോളമാണ് ഭൂമി. ആ ഭൂമിയിൽ പരശതം കൂടി സൃഷ്ടിജാലങ്ങളുണ്ട്. ആ സൃഷ്ടിജാലങ്ങളിൽ ഒരു സൃഷ്ടി വിഭാഗം മാത്രമാണ് മനുഷ്യർ. ആ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ശ്രേഷ്ഠത ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിനടുത്ത ശ്രേഷ്ഠത പിന്നീട് ഉലുൽ അസ്മുകൾ എന്നറിയപ്പെടുന്ന നൂഹ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങിയ ആളുകൾ. പിന്നീടുള്ള ശ്രേഷ്ഠത 1,24,000-ലധികം വരുന്ന പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബെ കിറാം. ആ സഹാബെ കിറാമിൽ തന്നെ ഖുലഫാഉ റാഷിദുകൾ എന്നറിയപ്പെടുന്ന 4 പേർ, അശറത്തുൽ മുബശ്ശിരീൻ എന്നറിയപ്പെടുന്ന 10 പേർ. ഈ 4 പേരും ഉൾപ്പെടുന്നതാണ് ആ 10 പേരും. പിന്നീട് ഉള്ള മറ്റ് സഹാബികൾ. ആ സഹാബാക്കൾ കഴിഞ്ഞാൽ പിന്നീട് പ്രാമുഖ്യമുള്ള താബിഉകൾ. ആ താബിഉകൾക്ക് ശേഷം പിന്നീടുള്ള താബിഉകൾ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും. കാലഘട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലഘട്ടം എൻ്റെ കാലഘട്ടമാണ്. അല്ലെങ്കിൽ നൂറ്റാണ്ടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നൂറ്റാണ്ട് ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ്. പിന്നീട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ട്, പിന്നീട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ട്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ മുജദ്ദിദുകളായ ആളുകൾ, പ്രത്യേകിച്ച് ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി പോലെയുള്ള പ്രഗത്ഭരായ മുജദ്ദിദുകൾ, ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പോലെയുള്ള പ്രഗത്ഭരായ ഭരണ നൈപുണ്യമുള്ള ആളുകൾ. അവിടുന്ന് അങ്ങോട്ട് മദ്ഹബിന്റെ ഇമാമുകൾ പിന്നെയും വന്ന് വലിയ അള്ളാഹുവുമായി അടുത്ത പണ്ഡിതന്മാർ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് CM മടവൂർ എന്നറിയപ്പെടുന്ന ഈ മഹാൻ. ഈ മഹാനാണ് ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചത്, ഞങ്ങളെയും സൃഷ്ടിച്ചത് എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അതൊരു എന്തുമാത്രം അബദ്ധമാണ് എന്ന് അതിനെക്കുറിച്ച് പറയാം. എന്താണ് ഇത് പറയുന്ന ആളുകൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകൾ അത് പറഞ്ഞു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ എഴുതാം. ഈ വിഷയത്തിൽ എന്താണ് ഈ പറയുന്ന ആളുകൾ? ഒന്നുകിൽ ഇവർ ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്തവരാണ് എന്ന് സുന്നി പണ്ഡിത നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരറിവ് കിട്ടിയാൽ അൽഹംദുലില്ലാ സമാധാനമാവും. ഇനി അതല്ല, ഇവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തൃപ്തികരമായ വ്യാഖ്യാനമെങ്കിലും ഇത് പറഞ്ഞ ആളുകളോ
ഇതിനെ ന്യായീകരിക്കുന്നു. ഞാൻ ഇതിനെ ന്യായീകരിക്കാൻ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അതല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം ലോകം ഒന്നടങ്കം, ലോകത്തെ മുസ്ലിങ്ങൾ ഒന്നടങ്കം ഇത്തരം വിശ്വാസം വെച്ച് പുലർത്തുന്നവർ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് എന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കാൻ, സംയുക്തമായി പ്രസ്താവന ഇറക്കാൻ സാധ്യമാകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത്തരം പുഴുക്കുത്തുകളെ പേറി ഈ ഇസ്ലാമുമായി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അല്ലെങ്കിൽ CM ആണ് നമ്മുടെ ഉടയോൻ എന്നൊരാൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക? ഒരാൾ പറയാന്ന് വിചാരിക്കുക, ഈ താജ്മഹൽ ഉണ്ടാക്കിയത് ഞാനാണ് എന്നൊരുത്തൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാവൂലല്ലോ. CM ആണ് എന്റെ ഉടയോൻ എന്നൊരാൾ പറഞ്ഞതുകൊണ്ട് എന്റെ ഉടയോൻ CM ആകൂലല്ലോ. പിന്നെ എന്തിനാണ് ഈ വിഡ്ഢിത്തം വിളിച്ചു പറയുന്നത്? ഇസ്ലാം പല അർത്ഥത്തിലും പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും നമ്മുടെ തഖ്വയും ഒക്കെയാണ് നമുക്ക് കരുത്തായി, നമുക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാലകശക്തിയായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടത്. അത് ഇത്രമേൽ ദുർബലമായി കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത, അള്ളാഹുവിന്റെ മാഹാത്മ്യം അറിയാത്ത, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി എന്ന് പറഞ്ഞല്ലോ. ഹൂ അല്ലാഹു ഹൂ മടവൂർ അല്ലാഹ് മടവൂര്, എന്തൊക്കെയാണ് ഈ പറയുന്നത്? അള്ളാഹു മടവൂരിന്റെ അവതാരം, അള്ളാഹുവിന്റെ അവതാരമാണ് മടവൂർ എന്നാണോ ഈ പറയുന്നത്? അള്ളാഹു മടവൂരായി അവതരിച്ചിരിക്കുകയാണ് എന്നാണ്? അങ്ങനെ അവതാര വിശ്വാസം ഇസ്ലാമിലില്ലല്ലോ. അങ്ങനെ ഒരാളിൽ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയ ഒരാൾ എങ്ങനെയാണ് അള്ളാഹു ആവുക? എങ്ങനെയാണ് അതിനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഈ പാട്ടുണ്ടാക്കിയവരോ ഈ പാട്ട് പാടിയവരോ ആരെങ്കിലും ഇതിന് തൃപ്തികരമായ ഒരു മറുപടി നൽകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. പറഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സമയം നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.